വർഷങ്ങളായുള്ള കഠിനാധ്വാനവും ഒരായുസിന്റെ മുഴുവൻ പ്രാർത്ഥനകളും ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ തകർന്നടിയുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും. ഒമർ അബ്ദുൾ ഖാദിർ എന്ന സൊമാലിയൻ റഫറിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. 2018 മുതൽ ഫിഫയുടെ ലിസ്റ്റിലുള്ള ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റഫറി തന്റെ കരിയറിന്റെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ ക്രൂരമായ അനുഭവം നേരിടേണ്ടി വരുന്നത്. ഒരു കളിക്കാരനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഒരു റഫറി ലോകകപ്പ് വേദിയിലേക്ക് യോഗ്യത നേടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ ആ വിസിൽ ചുണ്ടോട് ചേർക്കാൻ ഒമർ എത്ര കൊതിച്ചിട്ടുണ്ടാകും. ആ വലിയ സ്വപ്നവുമായി തുർക്കി എയർപോർട്ട് വരെ എത്തിയ മനുഷ്യനോടാണ് അമേരിക്കയുടെ രാഷ്ട്രീയ നയങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് വിസയില്ലെന്ന് പറഞ്ഞത് അവിടെ വെച്ച് വഴി തടയുന്നത്. US-ന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ഫിഫയ്ക്ക് പോലും ഒമറിനെ ഔദ്യോഗിക പട്ടികയിൽ നിന്ന് നീക്കേണ്ടി വന്നു എന്നത് കായിക ലോകത്തിന് ഒട്ടും ദഹിക്കാത്ത തികച്ചും സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. ഫുട്ബോൾ ആവേശം വാനോളം ഉയരുമ്പോഴും ഒരു ജനതയുടെയും ഒരു കായിക പ്രേമിയുടെയും കണ്ണീർ വീണ ഈ അനീതി ഫുട്ബോൾ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി തന്നെ നിലനിൽക്കും.